പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് LDC ലെവലുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. മൂന്നാമത്തേത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നോക്കാം. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. അടുത്ത ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം തെറ്റാണ്. മൂന്നാമത്തെ പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. കാൺപൂരിൽ സമരം നയിച്ചത് നാനാ സാഹിബാണ്. താഴെ പറയുന്നവയിൽ ശരിയായ ക്രമം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2, 3, 4 അതാണ് ശരിയായിട്ടുള്ള ക്രമം. ദണ്ഡി മാർച്ച് 1930, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ 1928, ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. ഇത് മൂന്നുമാണ് ശരിയായിട്ടുള്ളത്. ദണ്ഡി മാർച്ച് 1930, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ 1928, ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. അടുത്ത ചോദ്യം, സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. റൂസോ. താഴെ പറയുന്നവയിൽ സൺയാട്സന്റെ 3 തത്വങ്ങളിൽ ബാധകമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2 മാത്രം. എന്നാൽ ബന്ധമുള്ളത് നോക്കാം. ദേശീയത, സോഷ്യലിസം, ജനാധിപത്യം എന്നിവ ഉൾപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം, 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 3 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ഫ്രാൻസിന്റെ കൈലിയൻ എംബാപ്പയാണ്. മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ്. 1ഉം 2ഉം പ്രസ്താവന ശരിയാണ്. ഏഴാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഉപ്പുജല തടാകമായ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ ഓപ്ഷൻ എ ആണ്. രാജസ്ഥാൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗംഗാ നദീ വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ബൈതർണി. പമ്പ നദിയുടെ പതന സ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. വേമ്പനാട്ട് കായൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. തെർമോസ്ഫിയർ. പർവേസ് മുഷറഫ് ഏത് രാജ്യത്തിന്റെ മുൻ പട്ടാള മേധാവിയും പ്രസിഡന്റുമായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ്. പാകിസ്ഥാൻ. ഇന്ത്യയിൽ 1991 മുതൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഭൂപരിഷ്കരണം. എന്നാൽ ഉൾപ്പെടുന്നവയാണ് സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം. ഇന്ത്യയിലെ 2023-24 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതിൽ പ്രകാരം ഓരോ വിഭാഗത്തിനുമുള്ള സർക്കാർ ചെലവ് താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ നിന്നും ചേരുംപടി ചേർക്കുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രതിരോധത്തിന് 8%, സബ്സിഡികൾ 7%, പെൻഷനുകൾ 4%, പലിശ തിരിച്ചടവ് 20% എന്നീ ക്രമത്തിലാണ്. ഭാരതീയ റിസർവ് ബാങ്കിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3, 4 ശരിയാണ്. 1935 സ്ഥാപിതമായി. 1949 ദേശസാൽക്കരിച്ചു. ആസ്ഥാനം മുംബൈയാണ്. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ പ്രധാന ധാതുക്കളെ ലോകത്തിലെ അവയുടെ ഉൽപാദക സ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ ക്രമം ഏതാണെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്. അഫ്രം അല്ലെങ്കിൽ മൈക്ക, കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ് എന്നീ ക്രമത്തിലാണ് വരുന്നത്. അഫ്രം, കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്. ഇന്ത്യയിലെ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 4 ശരിയാണ്. ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി.
സമത്വം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു. ഈ 3 പ്രസ്താവനകൾ ശരിയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡോക്ടർ വർഗീസ് കുര്യൻ. എന്നാൽ ബന്ധമുള്ളത് നോക്കാം. MS സ്വാമിനാഥൻ. ഉയർന്ന വിളവ് തരുന്ന വൈവിധ്യമാർന്ന വിളകൾ, സി സുബ്രഹ്മണ്യൻ. ഈ 3 ശരിയാണ്. ഡോക്ടർ വർഗീസ് കുര്യൻ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടതല്ല. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. പ്രസ്താവനകൾ നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലല്ല തിരഞ്ഞെടുക്കുന്നത്. എല്ലാ മതത്തിലെയും പ്രതിനിധികൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളിൽ കോൺഗ്രസ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ള ആശയങ്ങളിൽ ശരിയായത് ഏതൊക്കെ? ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം. പാർലമെന്ററി സമ്പ്രദായവും നിയമവാഴ്ചയുമാണ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിട്ടുള്ളത്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. തന്നിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കീഴ്ക്കോടതികൾക്ക് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരവുകളാണ് പ്രൊഹിബിഷൻ. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഹാജരാക്കുവാൻ ഇറക്കുന്ന പ്രത്യേക ഉത്തരവാണ് ഹാബിയസ് കോർപ്പസ്. ഒരു ഉദ്യോഗസ്ഥന് മേൽ ചുമത്തുന്ന പ്രത്യേക ഉത്തരമാണ് മാൻഡമസ്. 3 പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 19 പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 3ാമത്തേത് മാത്രമാണ് യോജിക്കാത്തത്. 19 ഉൾപ്പെടുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം എന്നിവ അനുച്ഛേദം 19 ഉൾക്കൊള്ളുന്നതാണ്. നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, കുടിൽ വ്യവസായം പരിപോഷിപ്പിക്കുക, ജീവിത നിലവാരം ഉയർത്തുക. 3 പ്രസ്താവനകളും നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടവയാണ്. ചുവടെ ചേർക്കുന്നവയിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 2. സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 368. 12 മുതൽ 35 വയസ്സ് വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഈ 2 പ്രസ്താവനകൾ ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 3 ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ചുവടെ ചേർക്കുന്നത്. ശരിയായത് കണ്ടെത്തുക. ശരിയായ പ്രസ്താവന ഇതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ് ജയിൽ, മദ്യം, വാണിജ്യം. അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ് വനം, വിദ്യാഭ്യാസം, തൊഴിലാളി സംഘടനകൾ. സംസ്ഥാന ലിസ്റ്റിലുള്ളതും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും ശരിയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് MM പരീതുപിള്ളയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ്. നിലവിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ S മണികുമാറാണ്. ഡോക്ടർ S ബലരാമൻ, ശ്രീ TK വിൽസൺ എന്നിവർ ആദ്യ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു. അടുത്ത ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തതാണ്. താഴെ പറയുന്നവയിൽ O രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുത ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആന്റിബോഡികളായ A, B എന്നിവ കാണുന്നു. ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സസ്യങ്ങൾ. ഹെപ്പറ്റൈറ്റിസിനെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫൈലേറിയൻ വിരകളാണ് ഇതിന് കാരണം. ഇതാണ് തെറ്റായ പ്രസ്താവന. എന്നാൽ ശരിയായിട്ടുള്ളത് നോക്കാം. ഇതൊരു കരൾ സംബന്ധ രോഗമാണ്. മലിനജലത്തിലൂടെയാണ് വ്യാപിക്കുന്നത്. രക്തത്തിലെ ബിലിറുബിന്റെ അളവ് കൂടുന്നു. ഈ 3 പ്രസ്താവനകൾ ശരിയാണ്. DNA-യിൽ ജീനിന്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജീൻ മാപ്പിംഗ്.
താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് തൊണ്ടമുള്ള്. എന്നാൽ ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ഫാറ്റി ലിവർ, ഹൃദയാഘാതം, അമിത രക്തസമ്മർദ്ദം. ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ലിഗേസ്. ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ആണ് ലിഗേസ്. അൾട്രാവയലറ്റ് രശ്മിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു. 3ഉം 4ഉം ശരിയാണ്. ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസിന്റെ വക്രത ആരം എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ് 40 സെന്റിമീറ്റർ. 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 5 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുന്നുവെങ്കിൽ വസ്തുവിന്റെ ആക്കം എത്ര? ആൻസർ ഓപ്ഷൻ ഡി ആണ് 50 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ശ്രീഹരിക്കോട്ടയിൽ നിന്നും SSLV-D-2 വിക്ഷേപിച്ച് ഭ്രമണപഥത്തിൽ എത്തിച്ച ഉപഗ്രഹങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ ഉപഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ആസാദിസാറ്റ് 2. W ഏത് മൂലകത്തിന്റെ പ്രതീകമാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ടങ്സ്റ്റൺ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ കപട സംക്രമണ മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് കാഡ്മിയം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്ലൂട്ടോണിയം. അറ്റോമിക സംഖ്യ 11ആയ മൂലകത്തിന്റെ L ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? ആൻസർ ഓപ്ഷൻ സി ആണ് 8. വെള്ളായിയപ്പൻ കേന്ദ്ര കഥാപാത്രമായി വരുന്ന OV വിജയൻ രചിച്ച ചെറുകഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കടൽ തീരത്ത്. ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്ന കവി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വള്ളത്തോൾ. ഒളിമ്പിക്സിൽ ആദ്യമായി മെഡൽ നേടിയ ഇന്ത്യൻ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കർണം മല്ലേശ്വരി. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം വരച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് വിൻസെന്റ് വാൻ ഗോഗ്. ഇന്ത്യയിലെ ആദ്യ കടലാസ് രഹിത ഹൈക്കോടതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കേരള ഹൈക്കോടതി. അടുത്തത് ഇംഗ്ലീഷ് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. യൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഫോർ ദ ഫോളോയിങ് സെന്റൻസ്. സുമ ബ്രോക്ക് ദ ഗ്ലാസ്, ഡാഷ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഡിഡിന്റ് ഷീ. സുമ ബ്രോക്ക് ദ ഗ്ലാസ്, ഡിഡിന്റ് ഷീ. ഡ്രഗ്സ് ആൻഡ് ലിക്വർ ഡാഷ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ആൻസർ ഓപ്ഷൻ സി ആണ് ആർ. ഡ്രഗ്സ് ആൻഡ് ലിക്വർ ആർ ഇൻജൂറിയസ് ടു ഹെൽത്ത്. പിക്ക് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ലേസിനസ്. LAZINESS. Pick out the most suitable word from the options given below. Lily gave up the struggle in dash. Answer option C ആണ് despair. Lily gave up the struggle in despair. Misty plays a dash role in the film. Answer option A ആണ് dual. Misty plays a dual role in the film. Antonym of dusk. ആൻസർ ഓപ്ഷൻ സി ആണ് ഡൗൺ. ഓപ്പോസിറ്റ് ജെൻഡർ ഓഫ് ഡ്രാക്ക്. ആൻസർ ഓപ്ഷൻ ബി ആണ് ഡക്ക്. റൊണാൾഡ് ഈസ് കമ്മിങ് ഡാഷ് ആൻഡ് എയ്റോപ്ലെയിൻ. ആൻസർ ഓപ്ഷൻ സി ആണ് ബൈ. റൊണാൾഡ് ഈസ് കമ്മിങ് ബൈ ആൻ എയ്റോപ്ലെയിൻ. കറക്റ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിംഗ് ദ അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ. രമേശ് സായെ ഈഗിൾ ഇൻ ദ സൂ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻ. ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. കമല ലവ്സ് മിനി. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് മിനി ഈസ് ലവ്ഡ് ബൈ കമല. അടുത്തത് മലയാളം ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. അഗ്നി പര്യായ പദം എഴുതുക. ആൻസർ ഓപ്ഷൻ സി ആണ് അനലൻ. ലേഖകൻ സ്ത്രീലിംഗം എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ് ലേഖിക.
ശരത് പ്ലസ് ചന്ദ്രൻ ചേർത്തെഴുതുമ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരത് ചന്ദ്രൻ. ഫലേച്ഛ കൂടാതെ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് നിഷ്കാമം. ശ്ലാഘ്യം വിപരീത പദം എഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഗർഹ്യം. വാഗർത്ഥം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വാക്ക് പ്ലസ് അർത്ഥം. ശരിയായ വാക്യം എടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ സി ആണ് ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല. അതാണ് ശരിയായിട്ടുള്ള വാക്യം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ആണ് നിങ്ങൾ. അർത്ഥവ്യത്യാസം എഴുതുക. കന്ദരം ഗുഹ എന്നാൽ കന്ധരം അതിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കഴുത്ത്. ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രായോഗികമല്ലാത്തത്. അടുത്ത 20 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അതിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നോക്കാം. 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് രാഷ്ട്രപതി. താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഓഫിഷ്യോ മെമ്പർ അല്ലാത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കേന്ദ്ര നിയമ വകുപ്പ് മന്ത്രി. എന്നാൽ മറ്റ് എക്സ് ഓഫിഷ്യോ അംഗങ്ങളാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പ്രധാനമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ? ആൻസർ ഓപ്ഷൻ എ ആണ് സെക്രട്ടറി ജനറൽ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ആൻസർ ഓപ്ഷൻ ബി ആണ് ദീപക് സന്ധു. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ് എത്ര? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇതൊന്നുമല്ല. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് APJ അബ്ദുൽ കലാം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് രാഷ്ട്രപതി. മനോവിശ്ലേഷണ സിദ്ധാന്തം വിശദീകരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ഫ്രോയിഡ്. താഴെ പറയുന്നതിൽ ദൃശ്യ സ്ഥലകാല ബുദ്ധി കൂടുതലായിട്ടുള്ളത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ശില്പികൾ. ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പാരിസ്ഥിതികം. ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഡാഷ് ഉണ്ടാകുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇച്ഛാഭംഗം. ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടിയല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഏതുതരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആന്തരിക അഭിപ്രേരണ. ഇത്രയും ചോദ്യങ്ങളാണ് ഈ എക്സാമിൽ ഉണ്ടായിരുന്നത്. താങ്ക് യു.